الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾക്കെല്ലാവർക്കും പല പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് പലരുമെങ്കിൽ അതിനിടയിൽ പലതരത്തിലുള്ള ജീവിത പ്രതിസന്ധികൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ എരിയുന്ന കനൽ പോലെ നെഞ്ച് വിങ്ങുന്നവരായി, ഒരുപക്ഷെ ഇന്ന് ജുമുഅക്ക് വരുന്ന സമയത്ത് പോലും അങ്ങനത്തെ പല ടെൻഷനുകളും വേദനകളുമായി ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. ചിലപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാകാം. പലയിടത്തും ചികിത്സ തേടി ഭാരിച്ച സംഖ്യ ചെലവഴിച്ചു, എന്നിട്ടും സുഖമായിട്ടില്ല എന്ന സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ വാർത്തകളും മനസ്സുമായി കഴിയുന്ന ആളുകൾ.
അതല്ലെങ്കിൽ ഉപജീവനത്തിന്റെ മാർഗം നിലച്ചുപോയി, വരുമാനമായി വന്നിരുന്ന എല്ലാ സംഗതികളും ഇല്ലാതെയായി പെട്ടെന്ന് തകർന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതുമല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് 10ഉം 20ഉം ഒക്കെ വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാത്തതിന്റെ പേരിൽ ഒരു സങ്കടമായി ദുഃഖമായി പല പല ചികിത്സകളും ചെയ്തിട്ടും ഒരു സന്താനം, ഒരു കുഞ്ഞുണ്ടായി കാണുവാനുള്ള മനസ്സുമായി സങ്കടപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി അനവധി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ചിലപ്പോൾ വീടെന്ന സ്വപ്നം, അല്ലെങ്കിൽ ഒരു വാഹനം സ്വന്തമായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ വിവാഹം നല്ല രീതിയിൽ നടക്കണം, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ, ഇങ്ങനെയെല്ലാം ഒട്ടേറെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുള്ള നമ്മൾ കഴിവിൽപ്പെട്ട എല്ലാം ചെയ്തു, എല്ലാ വാതിലുകളും മുട്ടി. എന്നിട്ടും കാര്യങ്ങൾ നടക്കാതെയാകുമ്പോൾ പലരും നിരാശപ്പെടാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരാരും ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അവരുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ തുരുത്താണ്, കരുത്താണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്നത്. വിശ്വാസിയുടെ കരുത്തും ആശ്വാസവുമാണ് പടച്ചറബിലുള്ള പ്രതീക്ഷ. കഴിവുറ്റവനും കരുണാവാരിധിയുമായ പടച്ചറബ്, ആ റബ്ബ് നമുക്ക് നൽകിയ വാഗ്ദാനമുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. എന്നെക്കുറിച്ച് എന്റെ അടിമകൾ പ്രവാചകരെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്, അവരുടെ എല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അവരുടെ കൂടെ തന്നെയുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നോട് ദുആ ചെയ്താൽ ഞാൻ അയാൾക്ക് ഉത്തരം ചെയ്യും. അതേപോലെ ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുകയും എന്നിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്താൽ അവർക്ക് നേർമാർഗം സിദ്ധിക്കുവാൻ സാധിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേപോലെ വീണ്ടും അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പടച്ചറബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. പാപങ്ങൾ ചെയ്ത് തെറ്റുകളിലൂടെ വിഹരിച്ച് ആര് കേട്ടാലും എന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അത്ഭുതത്തോടുകൂടി മൂക്കത്ത് വിരൽ വെച്ച് പോകും എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിക്കുന്ന ആളുകൾക്കും അവർക്കുമുണ്ട് പ്രാർത്ഥനയിൽ വിഹിതം. അവരുടെ സങ്കടങ്ങളും അവർ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളും ആരോടും പറയേണ്ടതില്ല. പടച്ച റബ്ബിനോട് ഉള്ളു തുറന്ന് കരഞ്ഞ് ദുആ ചെയ്തോളൂ. തീർച്ചയായും ആ പ്രാർത്ഥന അർത്ഥവത്തായ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ കൊണ്ടുവരുന്ന സംഗതിയാണ്. വബിഹി യൻജുൽ അബ്ദു മിൻ ശഖാഇദ് ദുനിയ. ആ ദുആ എന്ന ആയുധം എടുത്ത് നമുക്ക് പ്രയോഗിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ദുനിയാവിലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് ഒരടിമക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. വഅദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും ആ ദുആയിലൂടെ കരകയറിയ വിശ്വാസി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചവർക്കൊക്കെ പടച്ചറബ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞ, അവർ സാക്ഷ്യപ്പെടുത്തിയ സംഗതി ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ വാഗ്ദാനമായി പറഞ്ഞ ആ കാര്യം പടച്ചറബ് വാക്കുപാലിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, നന്മ നിറഞ്ഞ മുൻഗാമികളായ ആളുകൾ, അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളൊക്കെ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, പടച്ചവനെ നിന്നോട് ദുആ ചെയ്തതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഞാൻ എല്ലാ സന്ദർഭത്തിലും എല്ലാ നിലയിലും ഒറ്റപ്പെട്ടു പോയ, ആരും എന്നെ കൈപിടിക്കാനില്ലാത്ത സമയത്ത് നിന്നോട് ചോദിച്ചിട്ട് റബ്ബേ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് ചോദിച്ചവർക്കൊക്കെ പറയുവാനുള്ള അനുഭവങ്ങളെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച 27-ാം അധ്യായം സൂറത്തു നംലിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദആഹു. പ്രതിസന്ധികളിൽ ഉഴറുന്ന, ഗതിമുട്ടിയ ഒരു അടിമക്ക് ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവൻ ആരുണ്ട്? അല്ലാഹയല്ലാതെ. വയക്ഷിഫു സൂ, അവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കിക്കൊടുക്കുവാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? വയജഅലുകും ഖുലഫാഅൽ അർള്, ഭൂമിയിലെ ഒരു വിഭാഗത്തിന് ശേഷം മറ്റൊരു വിഭാഗം ആളുകളായി ഇങ്ങനെ പിന്തുടർച്ചക്കാരാക്കി ഭൂമിയിൽ അല്ലാഹു നിങ്ങളെ ആക്കുകയും ചെയ്തു. ആ ഇലാഹും അല്ലാഹ്, അല്ലാഹയല്ലാത്ത വേറെ ആരെങ്കിലും അതിന് നിങ്ങൾക്കായിട്ടുണ്ടോ? നിങ്ങൾക്ക് അഭയം തേടാൻ, ആശ്രയമായി, നിങ്ങൾക്കൊരു പ്രതീക്ഷയായി ചെല്ലാൻ, നിങ്ങളുടെ ഇലാഹായി, ആരാധ്യനായി അല്ലാഹയല്ലാത്ത ആരെങ്കിലും ഇതൊക്കെ ചെയ്തു തരാനുണ്ടോ?
ഖലീലം മാ തദക്കറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. പടച്ചറബിന്റെ ശക്തിയും നമ്മുടെ അശക്തതയുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ താഴ്മപ്പെട്ട് വിനയപ്പെട്ട് ചെല്ലുമ്പോൾ അത് ഏറ്റവും വലിയ സംഗതിയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്, അള്ളാഹു തന്നെ പറഞ്ഞത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ പടച്ചറബിനോട് കെഞ്ചിക്കേണ് അപേക്ഷിക്കുന്നത് ഒരു ഇബാദത്തായി, ഒരു പുണ്യമായി പടച്ചറബ് പരിഗണിക്കുമെന്ന് വരുമ്പോൾ സഹോദരങ്ങളെ, എത്രമാത്രം പുണ്യമുള്ള സംഗതിയാണ് നമ്മൾ അറിയാതെ നഷ്ടപ്പെടുത്തി കളയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയമായ ഒരു കർമ്മമായി, ഇബാദത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിനദ് ദുആ, ദുആയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന സ്ഥാനമുള്ള ഒന്നുമില്ല എന്ന്. അതുകൊണ്ടാണ് ദുആയും ദുആ ഉൾക്കൊള്ളുന്ന എല്ലാ കർമ്മങ്ങളും ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ പടച്ചറബിനോട് ചോദിക്കുമ്പോൾ ഇന്നല്ലാഹ തബാറക വ തആല ഹയ്യുൻ കരീമുൻ, അല്ലാഹു മാന്യനാണ്, ലജ്ജയുള്ളവനാണ്, അത്യുദാരനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ, ഒരടിമ തന്റെ കൈകൾ രണ്ടും പടച്ചവനിലേക്ക് ഉയർത്തി മനസ്സ് തപിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവന്റെ ഒരു ആഗ്രഹം, ഒരു ആവശ്യം റബ്ബിലേക്ക് ഉയർത്തിയാൽ, ചോദിച്ചാൽ ആ കൈകളെ ശൂന്യമായി വെറും കൊയ്യോടെ മടക്കുക എന്നത് റബ്ബിന് നാണമാണ്, ലജ്ജയാണ് എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചോദിച്ചോളൂ, അള്ള തരുമെന്നാണ്. കഴിഞ്ഞില്ലേ പല സംഗതികളും, ഇനി സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എന്താണ് ദുആ ചെയ്യാൻ എന്നും കരുതേണ്ടതില്ല. സംഭവിച്ചത് എന്നില്ല, സംഭവിക്കാനിരിക്കുന്നത് എന്ന വ്യത്യാസമില്ല. അദ്ദുആഉ യൻഫഉ മിമ്മാ നസൽ വ മിമ്മാ ലം യൻസിൽ, കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതും ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ അതിനൊക്കെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. അവിടെയെല്ലാം ഏത് പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദാസന്മാരെ, അടിമകളെ, നിങ്ങൾ ദുആയിരുന്നു കൊള്ളുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആത്മാർത്ഥമായി ദൃഢവിശ്വാസത്തോടുകൂടി ഒരു വിശ്വാസി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. എത്രയോ ജീവിതാനുഭവങ്ങളുണ്ട്. ദുആ എന്നതൊരു ശീലമായി സ്വീകരിച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ. ചരിത്രങ്ങളിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്ന എത്രയോ സംഭവങ്ങൾ, ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട്. ഒരു ജുമുഅ ഖുത്ബയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ വളരെ സംക്ഷിപ്തമായി ചില സംഗതികൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ദഅവത്ത് ചെയ്തു. അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആളുകളെ രാവും പകലും എന്നുള്ള വ്യത്യാസമില്ലാതെ ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും എന്റെ ജനതയെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു, നന്മയിലേക്ക്, അള്ളാഹുവിലേക്ക്, ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ എത്ര കണ്ട് ആത്മാർത്ഥമായി സ്നേഹത്തോടെ നന്മയിലേക്ക് അവരെ ക്ഷണിക്കുമോ അത്ര കണ്ട് അവർ എന്നിൽ നിന്ന് ഓടി അകലുകയാണ്. ഇങ്ങനെ 950 വർഷക്കാലം അവർക്കിടയിൽ ജീവിച്ച് അവരോട് സംവദിച്ച ആ പ്രവാചകൻ അവസാനം സങ്കടപ്പെട്ട് ആ പ്രവാചകന്റെ നേരെ നിഷേധവും പരിഹാസവും അതേപോലെ തന്നെ മർദ്ദനങ്ങളും അടിച്ചുവിട്ട ആളുകളോട് അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പറയുന്ന ഒരു സങ്കടമുണ്ട്. വഖാല നൂഹുൻ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, പടച്ചവനെ, ഈ ഭൂമിയിൽ സ്വൈര്യമായി വിഹരിക്കാൻ കാഫിരീങ്ങളായ നിഷേധികളായ ആളുകളിൽ ഒരാളെയും നീ വിട്ടുകളയല്ല പടച്ചവനെ. ഇന്നക ഇൻ തദറുഹും, നീ അവരെ അങ്ങാനും അങ്ങനെ വിടുകയാണെങ്കിൽ യുളില്ലു ഇബാദക്, നിന്റെ ബാക്കിയുള്ള ദാസന്മാരെ കൂടി അവർ പിഴപ്പിച്ചു കളയും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, സത്യനിഷേധികളും നന്ദികെട്ടവരുമായ തെമ്മാടി കൂട്ടങ്ങളെയല്ലാതെ അവർ ജനിപ്പിക്കുകയില്ല, അവരിലൂടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവര് നീ ഉന്മൂലനാശം വരുത്തണേ എന്ന് മനം നൊന്ത് അവസാനം ശത്രുക്കൾ എത്ര പ്രബലരായിരുന്നാലും നമ്മൾ എത്ര അശക്തരായിരുന്നാലും സഹോദരങ്ങളെ, ആ ദുആയുടെ അത്ഭുതം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഫഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയതൻ ലിൽ ആലമീൻ, ലോകമാസകലം ഭൂമിയിൽ പ്രളയം കൊണ്ട് യാതൊരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ
ഫഅൻജൈനാഹു, അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആരെ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ. വഅസ്ഹാബസ് സഫീനത്തി, ആ കപ്പലിൽ കയറിയ വിശ്വാസികളായ തുച്ഛമാളുകളെയും. വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ, അത് ലോകർക്കാകമാനം ആ കപ്പലും ആ ചരിത്രവുമൊക്കെ വലിയ പാഠമായി ദൃഷ്ടാന്തമായി നാം അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലെ 15-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. യഖൂലു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വഅന്നൽ മുഅ്മിനീന സയജ്അലുല്ലാഹു ലഹും മിൻ കുല്ലി ഹമ്മിൻ ഫറജ. എന്താണ് ഇതിലുള്ള പാഠം, എന്താണ് ഇതിലുള്ള ദൃഷ്ടാന്തം എന്ന് ചോദിച്ചാൽ, വിശ്വാസികൾക്ക് വളരെ ശക്തമായൊരു പാഠവും തിരിച്ചറിവും അതിലുണ്ട്. എന്താണ്? സയജ്അലുല്ലാഹു ലഹും മിൻ കുല്ലി ഹമ്മിൻ ഫറജ. അവരനുഭവിക്കുന്ന ഏതെല്ലാം സങ്കടങ്ങൾക്കും ഏതെല്ലാം ദുഃഖങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു തുറവിയുണ്ട്. വമിൻ കുല്ലി റീഖിൻ മഖ്റജ, അവർ ഞെരുങ്ങി അമരുന്ന ശത്രുക്കൾ അതിശക്തമായി അവരെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിലും അതിനൊക്കെ ഒരറുതിയുണ്ട്. ആ കാർമേഘങ്ങളെല്ലാം മാറി സൂര്യപ്രകാശത്തിന്റെ വെളിച്ചവും തെളിച്ചവും അവരെ തേടിയെത്തും. അവർ യഥാർത്ഥ വിശ്വാസികളും തവക്കുലിന്റെ ആളുകളുമാണ് എങ്കിൽ അതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ ദീർഘകാലം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമായി കഴിഞ്ഞു പോയില്ലേ? ആ പ്രവാചകന്മാർ ഒരിക്കലും നിരാശരായില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ എത്രയോ ദുആ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അതിലൊന്ന് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളും, ഒരിക്കലും ഭൗതികമായി നോക്കിയാൽ ഇനി ഒരു കുട്ടി ഉണ്ടാകും എന്ന് യാതൊരു സാധ്യതയും പ്രതീക്ഷയുമില്ലാത്ത സമയത്തും ആ സന്ദർഭത്തിൽ ഇനിയൊന്നും നടക്കുകയില്ല എന്നല്ല അവർ കരുതിയത്. മറിച്ച് പടച്ച റബ്ബ് ഉദ്ദേശിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന ദൃഢവിശ്വാസത്തോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് സ്വാലിഹീങ്ങളായ ഒരു സന്താനത്തെ, സ്വാലിഹായ സന്താനത്തെ, ന്യൂനതകളില്ലാത്ത കുറവുകളില്ലാത്ത കൺകുളിർമ നൽകുന്ന സന്താനത്തെ നൽകുവാൻ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു ഒന്നല്ല, പിന്നെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും അലൈഹിമുസ്സലാത്തു വസ്സലാം മാത്രമല്ല, അവരിലൂടെ പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ ഉണ്ടായി. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്നാണ് ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്നത്. മക്കളില്ലാതെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അതിന്റെ വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ പേറിക്കൊണ്ട് നടക്കുമ്പോൾ, വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളും ജരാനരകളും ഒക്കെ ബാധിച്ചിട്ടും പടച്ചറബിൽ പ്രതീക്ഷ അസ്തമിക്കാതെ അവസാനിപ്പിക്കാതെ ദുആ ചെയ്തതിന്റെ ഫലം അവിടെ കാണുവാൻ സാധിച്ചു. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന വലിയൊരു ചരിത്രമാണ്. രോഗം, അതേപോലെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു ധാരാളം സമ്പത്തും സന്താനങ്ങളും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത ആളായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. പക്ഷെ പിന്നീട് അള്ളാഹു പരീക്ഷിച്ചു. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ളുർറു വഅൻത അർഹമുർ റഹീമീൻ. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിൽ ഇതുപോലെ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ മിക്കയിടത്തും പ്രവാചകന്മാർ നടത്തിയ ദുആകൾ നമുക്ക് കാണുവാൻ സാധിക്കും. വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന വലിയ രോഗം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. എന്താണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യദ്കുറു തആല അൻ അയ്യൂബ അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള ചരിത്രം നമുക്ക് പടച്ച റബ്ബ് പറഞ്ഞു തരുന്നു. മാ കാന അസ്വാബഹു മിനൽ ബലാഇ, അദ്ദേഹത്തിനെ ബാധിച്ച ബലാഅകൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ഫീ മാലിഹി, അദ്ദേഹത്തിന്റെ സാമ്പത്തികമായും, വവലദിഹി, അദ്ദേഹത്തിന്റെ മക്കളെ സംബന്ധിച്ചും, വജസദിഹി, അദ്ദേഹത്തിന് സ്വയം തന്നെ ശരീരത്തിലുമൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ. വദാലിക അന്നഹു കാന ലഹു മിനദ് ദവാബി വൽ അൻആമി വൽ ഹർസി ശൈഉൻ കസീർ, അദ്ദേഹത്തിന് ധാരാളം മക്കളും ധാരാളം സമ്പത്തും ധാരാളം കൃഷിയും എല്ലാം ഉണ്ടായിരുന്നു. വഔലാദിൻ കസീറ വമനാസിൽ മർദിയ, നല്ല ആനന്ദദായകമായ സന്തോഷം നൽകുന്ന നല്ല നല്ല വീടുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഫബ്തുലിയ ഫീ ദാലിക കുല്ലി, പക്ഷെ എല്ലാറ്റിലും പടച്ച റബ്ബിന്റെ പരീക്ഷണം കടന്നു വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും നിരാശനായില്ല. എന്റെ റബ്ബ് എന്നെ വെറുത്ത്
എന്നെ കൈയൊഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായത്, രോഗമുണ്ടായത്, മക്കളെ നഷ്ടപ്പെട്ടത്, സമ്പത്ത് ഇല്ലാതെയായത് എന്നൊന്നും നിരാശയുടെ സങ്കടത്തിന്റെ യാതൊരു ചിന്തയുമില്ലാതെ പടച്ച റബ്ബിൽ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു, അല്ലാഹുവേ എനിക്ക് ദുരിതവും പ്രയാസവും ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റാഹിമീൻ, നീയാകട്ടെ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ്, അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ ദുരിതങ്ങൾ മാറ്റാൻ കഴിവുള്ളവനാണ് നീ. എന്താണ് അള്ളാഹു ചെയ്ത ഉത്തരം? 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ തന്നെ 83-84 ആയത്തുകൾ അർത്ഥമറിഞ്ഞ് വായിക്കുന്ന ആളുകൾക്ക് കണ്ണ് നിറയാതെ, മനസ്സ് ഹൃദയം പിടക്കാതെ അത് വായിച്ചു തീർക്കുവാൻ സാധിക്കുകയില്ല. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറിൻ, അദ്ദേഹം അനുഭവിച്ച സകലമാന ദുരിതങ്ങളും നാം അദ്ദേഹത്തിന് മാറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കൊടുത്തു, അത്രയും തന്നെ പിന്നെയും കൊടുത്തു അല്ലാഹു. റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം അനുഗ്രഹമായി കൊണ്ട്. വദിക്റാ ലിൽ ആബിദീൻ, ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്ന, പടച്ച റബ്ബുമായി ഹൃദയത്തെ ബന്ധിക്കുവാൻ സാധിക്കുന്ന ഏത് വിശ്വാസികൾക്കും ഗുണപാഠമായിക്കൊണ്ട്, ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് നാം അങ്ങനെ ചെയ്തു എന്ന് ഖുർആൻ അവിടെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അതേപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നീനവ എന്ന പ്രദേശത്തേക്ക് പ്രവാചകനായി അയച്ച പ്രവാചകനായിരുന്നു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ആ ജനതയോട് ദഅവത്ത് ചെയ്തു, അവരെ ആത്മാർത്ഥമായി തൗഹീദിലേക്ക്, ദീനിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവരാരും അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അത് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും തയ്യാറായില്ല. ആ പ്രവാചകൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടു, അവരെ കൈയൊഴിച്ചു കൊണ്ടുപോവുകയാണ്. വവഅദഹും ബിൽ അദാബ്, നിങ്ങൾ എന്നോട് ഈ കാണിക്കുന്ന ക്രൂരതക്ക്, പ്രവാചകനായ അള്ളാഹു നിയോഗിച്ച ഒരു വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന ഈ നിന്ദ്യതക്ക് തീർച്ചയായും റബ്ബ് നിങ്ങളെ പരീക്ഷിക്കാതിരിക്കുകയില്ല, അദാബ്, ശിക്ഷ നിങ്ങളെ തേടിയെത്തും എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന നാട് വിട്ടുപോയി എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കപ്പലിലൂടെ കടന്ന് യാത്ര പോകേണ്ടി വന്നപ്പോൾ, ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. കപ്പലിന്റെ ഭാരക്കൂടുതൽ കൊണ്ട് കപ്പൽ കാറ്റിലും കോളിലും വിട്ട് ആടി ഉലഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരാളെ പുറത്തിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം നറുക്കിട്ടു. ആ നറുക്ക് വീണ്ടും വീണ്ടും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് തന്നെ പടച്ചറബിന്റെ ഒരു പരീക്ഷണം എന്ന നിലയിൽ അദ്ദേഹത്തെ ആ കടലിലേക്ക് അദ്ദേഹം തന്നെ എടുത്തു ചാടുകയാണ്. അങ്ങനെ ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം, വലിയ ഒരു മത്സ്യത്തിന്റെ വയറ്റിലാണ് അദ്ദേഹം ചെന്നുവിട്ടത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഫനാദാ ഫിൽ ളുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇരുട്ടുകളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട്, അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അംർ ഇബ്നു മൈബൂൻ, അതേപോലെ സഈദ് തുടങ്ങിയ മഹാന്മാരായ മുൻകാല പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചതുപോലെ ഏതാണ് ഇരുട്ടുകളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞത്? ഒന്ന് ദുൽമത്തുൽ ബത്ൻ, ആ മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടറയിൽ. അതേപോലെ തന്നെ വദുൽമത്തുൽ ബഹർ, കടലിന്റെ കൂരാക്കൂരിരട്ടിൽ. വദുൽമത്തുൽ ലൈൽ, രാത്രിയുടെ അന്ധകാരത്തിൽ. ഇങ്ങനെ എല്ലാവിധ ഇരുട്ടുകളുടെയും ഉള്ളിൽ കിടന്നുകൊണ്ട് ഇനി എവിടെ പോകാനാ? യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിരാശനായി പോകേണ്ട ഘട്ടത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ എനിക്ക് അഭയമായി, ആശ്രയമായി, നിന്നിലേക്കല്ലാതെ, നിന്നിൽ നിന്ന് വേറെ എവിടേക്കും എനിക്ക് പോകാനില്ല. അതുകൊണ്ട് സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അവിവേകം പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് നീ എന്നോട് പൊറുക്കേണമേ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും റബ്ബ് കേട്ടു, അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു. അദ്ദേഹത്തെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന്, സങ്കടങ്ങളുടെ തിരമാലകൾക്കിടയിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി എന്നാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അത് കേവലം യൂനുസ് നബിക്ക് മാത്രമുള്ളതല്ല, സർവ്വ വിശ്വാസികളെയും നാം അങ്ങനെ രക്ഷപ്പെടുത്തും. പക്ഷെ ചോദിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ, സമയമുണ്ടോ എന്നതാണ് ഗൗരവപരമായി നമ്മൾ ആലോചിക്കേണ്ടത്.
ഖുർആൻ സൂറത്ത് സ്വാഫാത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ പടച്ച റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി അദ്ദേഹം കിടക്കേണ്ടി വരുമായിരുന്നു. അപ്പോ ആഴയുടെ അടിത്തട്ടിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടറയിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ രക്ഷപ്പെടുത്തി വീണ്ടും ഒരു ജീവിതം നൽകിയ പടച്ചവനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും, നാം നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് ചോദിക്കുവാൻ റബ്ബുണ്ട്. ലാ യതആലമഹു ശൈ. അവന് ഒന്നും ഭാരിച്ചതല്ല. എങ്ങനെയാണ് ഇപ്പൊ അത് നടക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പ്രയാസമുള്ള സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഫലസ്തീനിലാണെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും ലോകത്തിന്റെ എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം പടച്ച റബ്ബിലേക്ക് തിരിയുവാനും റബ്ബുമായി ഏറ്റവും ശക്തമായ ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അവിടെയെല്ലാം തുറവിയുടെ പ്രതീക്ഷകളുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇനിയും വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുവാൻ തൗഫീഖ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. വിശ്വാസികൾ ആ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രോഗമാകാം, സാമ്പത്തിക പ്രയാസങ്ങളാകാം, മക്കളുടെ വിഷയങ്ങളാകാം, കുടുംബത്തിലും സമൂഹത്തിലുമുള്ള പ്രതിസന്ധികളാകാം. എന്ത് തന്നെയാണ് എങ്കിലും റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ അതൊന്നും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് ഒന്ന് നമ്മുടെ നേരെ കണ്ണു തുറന്നാൽ, നമ്മെ ഒന്ന് പരിഗണിച്ചാൽ ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന തിരിച്ചറിവോടുകൂടി റബ്ബിലേക്ക് അടുക്കുവാനും ആത്മാർത്ഥമായി പടച്ചവനോട് ചോദിക്കുവാനും നമുക്ക് സാധിക്കും. ഖുർആൻ ചോദിച്ചതുപോലെ അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദആഹു. പ്രതിസന്ധികളിൽ ഉഴറുന്ന, യാതൊരുവിധ പോംവഴിയും കാണാതെ വിഷമിക്കുന്ന ആ മനുഷ്യന്റെ വിളിക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അല്ലാഹയല്ലാതെ മറ്റാരുണ്ട് എന്നാണ് പടച്ചവൻ ചോദിച്ചത്. എന്റെ പ്രയാസങ്ങൾക്ക് എന്നെ കൈപിടിക്കാൻ, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബുണ്ട് എന്നുള്ള തിരിച്ചറിവ് എത്രമാത്രം വലിയ ആശ്വാസമാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ ആവശ്യങ്ങളും ഏറ്റവും ടോപ്പായ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ, എങ്ങനെയെങ്കിലുമൊക്കെ തൽക്കാലത്തേക്ക് കഴിച്ചിലാകാനല്ല, ഏറ്റവും മാക്സിമം, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റബ്ബിനോട് ചോദിക്കുവാൻ സാധിക്കണം. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നീക്കി സന്തോഷവും സമാധാനവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഇനിയും ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും അതിൽ ശ്രദ്ധേയമായ, പലപ്പോഴും പല ആളുകളുടെയും ചിന്ത വരാത്ത ഒരു ചരിത്ര സംഭവമാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത്. അഥവാ അദ്ദേഹത്തിന്റെ ആ ചെറുപ്രായത്തിൽ യുവാവായിരിക്കെ തെറ്റിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാർ തിന്മയുടെ സാഹചര്യങ്ങൾ എണ്ണി എണ്ണി വിശദീകരിക്കുന്നുണ്ട്. 10-ലധികം അനുകൂലമായ സാഹചര്യം തെറ്റ് ചെയ്യാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു എന്ന്. ഒന്ന്, അദ്ദേഹം യുവാവായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലല്ല, അന്യനാട്ടിൽ എന്ത് നെറുകേടും വൃത്തികേടും ചെയ്താലും ആരും അറിയില്ല ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനാണ് എന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. അതേപോലെ തന്നെ ഒരു സ്ത്രീ ഒരു തിന്മക്ക്, വ്യഭിചാരത്തിന്, വേശ്യാവൃത്തിക്ക് വേണ്ടി ഇങ്ങോട്ട് വിളിക്കുകയാണ്.
അത് ഏതെങ്കിലും ഒരു പെണ്ണല്ല, രാജ്ഞിയായ കുലീനയും സുന്ദരിയുമായ ഒരു പെണ്ണ്. അവൾ എല്ലാവിധ സന്നാഹങ്ങളോടും ഒരുക്കത്തോടും കൂടി അവൾ തന്നെ വാതിൽ കുറ്റിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി ആ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം സംഭവ ബഹുലമായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തരുന്ന അധ്യായമാണ്. അതിലെ 33-34 ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ഈ സ്ത്രീ എന്നെ വിളിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം പടച്ച റബ്ബേ കാരാഗ്രഹമാണ്, ജയിലാണ്. ഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ. അവരുടെ കുതന്ത്രങ്ങൾ പടച്ച റബ്ബേ നീ എന്നിൽ നിന്ന് മാറ്റി തന്നില്ല എങ്കിൽ അസ്ബു ഇലൈഹിൻ, ഞാൻ ദുർബലനാണ്, ഞാൻ ആ തിന്മയിലേക്ക് ചാഞ്ഞു പോയേക്കും. വഅകും മിനൽ ജാഹിലീൻ, വിവരദോഷികളുടെ കൂട്ടത്തിൽ ഈ യൂസുഫും പെട്ടുപോകും പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് തന്റെ ചാരിത്ര ശുദ്ധി നിലനിർത്തുവാൻ വേണ്ടി പടച്ചവനോട് ആത്മാർത്ഥമായി നടത്തുന്ന ദുആ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫസ്തജാബ ലഹു റബ്ബുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആക്ക് ഉത്തരം ചെയ്തു. ഫസറഫ അൻഹു കൈദഹുൻ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വകഞ്ഞു മാറ്റി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷിച്ചെടുത്തു. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ആ പടച്ച റബ്ബ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അങ്ങനെ ചരിത്രം നമുക്കൊക്കെ അറിയാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടക്കിണറ്റിൽ നിന്ന് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു, പിന്നെ ജയിലറയിലേക്ക് പോയി. ആ ജയിലിൽ നിന്ന് പിന്നെ എല്ലാവർക്കും വേണ്ടപ്പെട്ട വലിയ ഒരു ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ തിന്മയിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രങ്ങൾക്കിടയിൽ നിന്ന് അതിനെ മാത്രം ഒന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കുവാൻ കാരണം. നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ ഓൺ ചെയ്ത് നോക്കിയാൽ, നമ്മൾ നമ്മുടെ ലാപ്ടോപ്പോ ഏതെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചിന്തയെയും മനസ്സിനെയും കണ്ണിനെയും കാതിനെയും ഒക്കെ തിന്മകളിലൂടെ നരകത്തിലേക്ക് റാഞ്ചിയെടുക്കുവാനുള്ള എമ്പാടും തിന്മയുടെ വഴികൾ ഉണ്ടാകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ച റബ്ബേ, നിന്റെ ദീനിൽ, നിന്റെ ആദർശത്തിൽ എന്റെ ഹൃദയത്തെ, എന്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. തിന്മകളിലേക്ക് വഴിപ്പെട്ടു പോകുന്ന, വഴിതിരിഞ്ഞു പോകുന്ന ആളുകളുള്ള കാലഘട്ടത്തിൽ എന്റെ ഹൃദയത്തെ നിന്നെ വഴിപ്പെടുന്ന നന്മയിലേക്ക് മാത്രം നീ തിരിക്കണം പടച്ചവനെ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ, തീർച്ചയായും ആത്മാർത്ഥമാണ് എങ്കിൽ, സത്യസന്ധമാണ് എങ്കിൽ, വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് ഉടനടി നമുക്ക് കാണുവാൻ സാധിക്കും. എത്രയോ ആളുകൾക്ക് എണ്ണി എണ്ണി പറയുവാനുണ്ട് അവരുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ. പ്രാർത്ഥന എന്ന ആ ആയുധം നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് റബ്ബ് നൽകിയ, വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഓഫറാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ലോകത്ത് എവിടെയെല്ലാം വിശ്വാസികളുണ്ടോ അവർക്കൊക്കെ വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമ്മൾ ചാടി എഴുന്നേറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ 2 റക്അത്ത് നിസ്കരിച്ച് അത് തന്നെ വലിയതാണ് എന്നുള്ള രീതിയിലല്ല, റബ്ബിന്റെ മുന്നിൽ ഒടിഞ്ഞിരുന്ന് നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ്, രോഗമാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും എന്തെല്ലാം പ്രതിസന്ധികളാണെങ്കിലും റബ്ബിനോട് ചോദിച്ചാൽ ലാ യതആലമഹു ശൈ, ആ പടച്ചവന് ഭാരിച്ചതായി ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ സമൂഹത്തെയും ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകമായി ഒരു ദുആ വസിയ്യത്തുണ്ട്. നമ്മുടെ സഹോദരൻ യഹ്യ സാഹിബ്, കലൂർ കറകപ്പള്ളിയിൽ താമസിക്കുന്ന അദ്ദേഹം
കുറച്ചു മുമ്പ് നമ്മൾ ദുആ ചെയ്തിരുന്ന രോഗിയായി, അദ്ദേഹം ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, പക്ഷെ വീണ്ടും ഇൻഫെക്ഷനായി അദ്ദേഹം ഇപ്പോൾ ICUവിലാണ് എന്നുള്ള സങ്കടകരമായൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ആത്മാർത്ഥമായി നിങ്ങളുടെ ദുആകളിൽ അദ്ദേഹത്തെ ഓർക്കണമെന്ന് ഉണർത്തുകയാണ്. പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ എവിടെയെല്ലാം വിശ്വാസികൾ ഇതേപോലെ രോഗികളായി, അതേപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ, മാനസികമായ പ്രയാസങ്ങളിൽ ഉണ്ടോ, അവർക്കെല്ലാവർക്കും അർഹമുർ-റാഹിമീനായ പടച്ച റബ്ബ് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.